Hi all, welcome to ASLP Mommy. This is Fatima Sunena. I'm an audiologist and speech therapist. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ബെറ അല്ലെങ്കിൽ ABR ടെസ്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ എന്താണ് ഈ ടെസ്റ്റ്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ടെസ്റ്റിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. സോ ഇത് ആർക്കെങ്കിലും അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബെറ ടെസ്റ്റിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. ആൻഡ് ബെറ ടെസ്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റ്സ് ആക്കിയിട്ട് ഇടാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് എന്താണ് ബെറ ടെസ്റ്റ്? ബ്രെയിൻസ്റ്റം ഇവോക്ഡ് റെസ്പോൺസ് ഓഡിയോമെട്രി, ഇതിൻ്റെ മറ്റൊരു പേരാണ് ABR. രണ്ടും ഒരേ ടെസ്റ്റ് തന്നെയാണ്, ഡിഫറെൻറ്റ് പേരുകളിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ടെസ്റ്റ് മുതിർന്ന ആൾക്കാർക്കും ചെയ്യും, കുട്ടികൾക്കും ചെയ്യും. വളരെ കോമൺ ആയിട്ട് നമ്മൾ കുട്ടികൾക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളിൽ ഏതൊക്കെ കേസസിലാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ഫെയിൽ ആയവർക്ക്, രണ്ട് നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾ നമ്മൾ ഹിയറിംഗ് ലോസ് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ബെറ ടെസ്റ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മൾ കുട്ടികളിൽ ചെയ്യുന്ന കോമൺ കേസസ്. ഇനി കുട്ടികളിൽ തന്നെ ഈ ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് മുന്നേ തന്നെ ഫസ്റ്റ് ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ഇപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ OAE എന്നൊരു ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് മുന്നേയുള്ള ഫസ്റ്റ് ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഫോളോ അപ്പ് കൊടുക്കും. ഈ 2 ആഴ്ചത്തുള്ള ഫോളോ അപ്പിലും കുഞ്ഞ് ഫെയിൽ ആവുകയാണെങ്കിൽ കുഞ്ഞിന് 1 മന്ത് ആകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടിയും ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയും, OAE. അതിലും ഫെയിൽ ആവുകയാണെങ്കിലാണ് നമ്മൾ ബെറ ടെസ്റ്റ് കുഞ്ഞിന് 40 ദിവസം അല്ലെങ്കിൽ 2 മാസം എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുട്ടിയുടെ കംപ്ലീറ്റ് ഹിയറിംഗ് സ്റ്റാറ്റസ് നമുക്ക് കേൾവി നോർമൽ ആണോ, എത്രത്തോളം കേൾവിക്കുറവുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ടെസ്റ്റിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് മുതിർന്ന ആളാണെങ്കിലും കുഞ്ഞാണെങ്കിലും ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ പരിശോധിക്കുന്നത് നമ്മളുടെ കേൾവിയുടെ ഞരമ്പിൻ്റെ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഒക്കെയും സൗണ്ടിനോടുള്ള ഇലക്ട്രിക്കൽ റെസ്പോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഭാഗത്തു നിന്ന്, ആർക്കാണോ നമ്മൾ ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമുക്ക് ഉറക്കത്തിലാണ് നമ്മൾ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പം അനങ്ങാതെ ഇരിക്കണമെങ്കിൽ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ടെസ്റ്റ് നടക്കുള്ളൂ. കാരണം അനങ്ങിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടില്ല. മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവർ അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ, എന്നാലും സ്റ്റിൽ ഉറക്കമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കുഞ്ഞുങ്ങളിൽ നമ്മൾ പറയും രാവിലെ നേരത്തെ എണീപ്പിക്കണം, അല്ലെങ്കിൽ രാത്രി ലേറ്റായിട്ട് ഉറക്കിയിട്ട് കുറച്ച് ഉറക്ക ക്ഷീണത്തോടു കൂടി വേണം രാവിലെ ടെസ്റ്റിന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാവുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കോളും. ഇനി അതുപോലെ തന്നെ ഇനി കുഞ്ഞ് ഉറങ്ങുന്ന സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയമായിരിക്കും പിന്നെ നമ്മൾ ടെസ്റ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവുക. ഇനി ചില കേസസിൽ നമ്മൾ ക്ലോറാൽ ഹൈഡ്രേറ്റ് കൊടുക്കാറുണ്ട്. ക്ലോറാൽ ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു സിറപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കുഞ്ഞിനെ ഉറക്കി കിടത്താൻ വേണ്ടിയിട്ടുള്ള സെഡേഷൻ പോലത്തെ മരുന്നല്ല. ജസ്റ്റ് കുഞ്ഞ് ഉറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുത്തതിനെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കുഞ്ഞ് ഉറങ്ങിക്കോളും, നന്നായിട്ട് ഉറങ്ങിക്കോളും, നമുക്ക് സുഖമായിട്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. വളരെ അപൂർവം കേസസിൽ, അതായത് ADHD ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ സൗണ്ട് കൊടുക്കുമ്പോഴും നമ്മൾ ഇലക്ട്രോഡ്സ് ഒക്കെ പ്ലേസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് എണീക്കും, അവർ ഭയങ്കരമായിട്ട് നമുക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം കേസസിൽ നമ്മൾ ജനറൽ അനസ്തീഷ്യയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. രാജ്യങ്ങളിൽ വളരെ കോമൺ ആയിട്ട് ജനറൽ അനസ്തീഷ്യയിലാണ് പൊതുവെ ബെറ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം അത് പ്രിഫർ ചെയ്യാറില്ല എന്നേ ഉള്ളൂ. ഇനി എന്താണ് ഈ ടെസ്റ്റ്, എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഫോർഹെഡ്, അതേപോലെ ചെവിയുടെ ബാക്കത്തെ 2 ഭാഗം ഇത് ഓഡിയോളജിസ്റ്റ് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തതിന് ശേഷം ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യും. ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റിക്കർ ഇലക്ട്രോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞു കപ്പ് പോലത്തെ ഇലക്ട്രോഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു ഇയർഫോൺസ് ചെവിയുടെ മേലെ വെക്കും, അല്ലെങ്കിൽ ഒരു ഇൻസേർട്ട് ഇയർഫോൺ ആണെങ്കിൽ അത് ചെവിയുടെ ഉള്ളിലേക്ക് വെക്കും. ഇതെന്തിനാന്ന് വെച്ചാൽ സൗണ്ട് കൊടുക്കാനാണ്. ഈ സൗണ്ട് കൊടുത്തിട്ട് ആ സൗണ്ടിൻ്റെ നമ്മുടെ ഓഡിറ്ററി നെർവിൻ്റെ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാനാണ് ഈ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിലെ വേവ് ഫോംസ് വെച്ചിട്ട് ഓഡിയോളജിസ്റ്റ് അനലൈസ് ചെയ്തിട്ട് കേൾവി നോർമൽ ആണെന്നോ എത്രത്തോളം കേൾവി കുറവുണ്ടെന്നൊക്കെ അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ആൾക്കാരെ കേസസിലാണെങ്കിൽ ഓഡിറ്ററി ന്യൂറോപ്പതി, ഇനി ഓഡിറ്ററി നെർവിൽ എന്തെങ്കിലും ട്യൂമർ, അതുപോലെ നമ്മൾ സാധാരണ ഹിയറിംഗ് ടെസ്റ്റ് ഉണ്ടല്ലോ PTA ടെസ്റ്റ്, അതിൽ റെസ്പോൺസ് ഒന്നും ക്ലിയർ അല്ല അല്ലെങ്കിൽ പേഷ്യൻറ്റ് സഹകരിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ബെറ ടെസ്റ്റ് അഡ്വൈസ് ചെയ്യും. അതുപോലെ തന്നെ യൂണിലാറ്ററൽ ഹിയറിംഗ് ലോസ്, ഒരു ചെവിയിൽ
മാത്രം കേൾവിക്കുറവ് അതിലൊക്കെ നമുക്കൊരു സംശയമൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബെറ ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഹിയറിംഗ് സ്റ്റാറ്റസ് നോക്കും. ബെറ ടെസ്റ്റ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ സേഫ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്, ഒട്ടും പെയിൻഫുൾ അല്ല, അതുപോലെ തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു ടെസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ഡിലേ ചെയ്ത് വെക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം സപ്പോസ് കുട്ടിക്ക് കേൾവിക്കുറവ് ഉണ്ട് എന്നാണെങ്കിൽ അത് കുട്ടിയുടെ സംസാര ഭാഷാ വികസനത്തെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, കുട്ടിയുടെ ഓവറോൾ ലൈഫ് ക്വാളിറ്റിയെ ബാധിക്കും അല്ലേ. അതേസമയം നമ്മളത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബെറ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് ASSR എന്ന് പറഞ്ഞ ടെസ്റ്റ്. അതായത് ഫ്രീക്വൻസി സ്പെസിഫിക് ആയിട്ടുള്ള ഹിയറിംഗ് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ഫ്രീക്വൻസിലും എത്രത്തോളം കേൾവി ഉണ്ട് എന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിന് ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ വളരെ നേരത്തെ കുഞ്ഞിന് 3 മാസം 6 മാസമൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹിയറിംഗ് എയ്ഡ് അത്രയും നേരത്തെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ കുഞ്ഞിന് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇനി തീരെയും ബെനിഫിറ്റ് ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റിലേക്ക് വളരെ നേരത്തെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അങ്ങനെ ആവുമ്പോൾ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ഓവറോൾ ലൈഫ് ക്വാളിറ്റി കൂട്ടും, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സംസാര ഭാഷാ വികസനത്തെ അത് വളരെയധികം സഹായിക്കും, കുഞ്ഞിൻ്റെ നല്ല രീതിയിൽ എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് എത്രയും നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് എത്രയും നേരത്തെ നമ്മൾ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും അടിപൊളിയായിരിക്കും റിസൾട്ട്സ് എന്ന് പറയുന്നത്. സോ ഈ ബെറ ടെസ്റ്റ് ഈ ഒരു കേൾവിക്കുറവുള്ള ഒരു കുട്ടിയുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബെറ ടെസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നോർമൽ ആണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പോകാം. ഇനി എന്തെങ്കിലും കേൾവിക്കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ വഴിയിലേക്ക് നമുക്ക് പോകാം. അത് നമുക്ക് ഡിസൈഡ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ബെറ ടെസ്റ്റ്. സോ ഈ ഒരു ബെറ ടെസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ഇടാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.